ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്താണെന്നല്ലേ, വാ പറഞ്ഞു തരാം. അടുക്കളയിൽ നല്ല സബോള വറക്കണം വേണം. ആഹാ, ഞാനിത് കേട്ടിട്ട് നേരെ ചെന്ന് അടുക്കളയ്ക്ക് നോക്കുമ്പോൾ എൻ്റെ ആങ്ങള കിച്ചണിൽ എന്തോ പരിപാടി ചെയ്യണം. അവൻ എന്നോട് പറഞ്ഞു, വാടി നമുക്കിന്നൊരു സൂപ്പർ സാധനം ഉണ്ടാക്കാം. ഞാൻ ചോദിച്ചു എന്താ സംഭവം. അപ്പോൾ അവൻ പറഞ്ഞു, നമുക്കിന്ന് സുർബിയൻ ബിരിയാണി ഉണ്ടാക്കാം. ഈ സംഭവം ഞാൻ കേട്ടിട്ട് പോലുമില്ല, എന്നാലും അവനുണ്ടാക്കണോണ്ട് എന്തായാലും അടിപൊളിയായിരിക്കും. നമ്മൾ ഈ സബോളൊക്കെ വറുത്ത് ഈ മിക്സിയുടെ ജാറിലോട്ടിട്ട് 10 അല്ലി വെളുത്തുള്ളി, തൈര്, ഇഞ്ചി, 3 ഗ്രാമ്പു, 2 പട്ട, മസാലപ്പൊടി, നല്ല ജീരകം, കുരുമുളക് പൊടി, നെയ്യ്, പിന്നെ കുറച്ച് ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് അടിച്ച് പേസ്റ്റാക്കി വയ്ക്കും. അപ്പം നമ്മുടെ പേസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ സെറ്റാക്കണ്ടേ. ആദ്യം നമുക്ക് ചിക്കൻ വേവിക്കാം. എങ്ങനെ വേവിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പിട്ടിട്ട് കുക്കറിൽ അടച്ച് വയ്ക്കുക. ഒരു വിസിൽ വന്നാൽ നമ്മുടെ ചിക്കൻ വേവിച്ചത് റെഡി. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ദമ്മിടാൻ ഉദ്ദേശിച്ച പാത്രം അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചിക്കനൊന്ന് മുരിക്കണം. അധികം മുരിഞ്ഞു പോണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി. ഇനി നമ്മൾ പേസ്റ്റാക്കി വെച്ചേക്കുന്ന സംഭവം ഈ ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സി ഒന്ന് കഴുകി ഒഴിച്ച് വയ്ക്കും. പിന്നെ മെയിൻ സംഭവം ഉപ്പിടാൻ മറക്കരുത്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാധനം എത്ര അടിപൊളിയാണ്. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കണ ആ മല്ലിയിലയും കൂടി ഇട്ട് നമ്മൾ വേവിച്ച ആ ചോറും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റായി. ബാക്കി വന്ന മല്ലിയിലയും ഫ്രൈഡ് ഓണിയൻസും ഒന്നും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സാധനം എന്തേ അടിപൊളി. കുറച്ച് കളറും കൂടി വേണമെങ്കിൽ ആവാം, നിർബന്ധമൊന്നുമില്ല, ഒരു മഞ്ഞ കളറിന് വേണ്ടി. എന്തായാലും നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവും കളറ് വേണോ വേണ്ടേന്ന്. ഇനിതാ നമ്മൾ ദമ്മൊക്കെ ഇട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. നമ്മൾ ദമ്മ് പതുക്കെ പൊട്ടിക്കാൻ ടൈമായി. നമ്മളതാ പതുക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവനോട് ചോദിച്ചു, നീ എവിടെ നിന്നാടാ ഇതൊക്കെ പഠിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടിട്ടാണെന്നത്ര. എന്തായാലും ഇൻസ്റ്റ ചതിച്ചോ അതോ ചതിച്ചില്ലേ എന്നൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം. ഇവൻ്റെ കഷ്ടപ്പെട്ട് ദമ്മ് പൊട്ടിക്കുകയാണ് ഗൈസ്. എന്തായാലും സംഭവത്തിന് നല്ല മണമൊക്കെ വരണ്ടായിരുന്നു. പിന്നെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു പ്രത്യേക ഒരു ആകർഷണം, എന്താണെന്നറിയില്ല. ഇനി എന്തായാലും നമുക്ക് തിന്നിട്ട് ബാക്കി കഥ പറയാം. നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇത് സംഭവം പൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല, ഇൻസ്റ്റ ചതിച്ചില്ല.